എഗ്ഗ് മസാല അട. നമ്മുടെ കോഴി അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയ ഒരു അടയാണ്. എഗ്ഗ് മസാല ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ്. ഇത് ഉണ്ടാക്കാൻ ഞാനൊരു മുട്ട, ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്, ഇച്ചിരി കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട, ഇത് മതി. പിന്നെ ഒരു മുട്ട അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വെന്ത് വരണം. അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് വെച്ച മുട്ട പറഞ്ഞു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ആട്ടയോ മതി. ഞാൻ മൈദ എടുത്തത്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കോ പൂരിക്കോ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി എടുക്കണം. പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല വണ്ണം വേണ്ട, ഒരു ചെറിയ മീഡിയം സൈസിന് മതി. ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. പൂരിനെക്കാട്ടും ചെറുത് മതി. ഇതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഒന്ന് ആഡ് ചെയ്തെടുക്കണം. ഞാനൊരു ഒന്നിലേക്ക് ഞാൻ ആഡ് ചെയ്യണം മുട്ട മസാല. 2 സൈഡിൽ നിന്ന് മടക്കിയെടുത്ത് എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കോഴിയടക്ക് വേണ്ട പോലത്തെ ഒരു ചെറുങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. സാധാരണ കോഴിയുടെ ഉള്ളിൽ തേങ്ങ പഞ്ചസാര ചേർത്തതാണ് ആഡ് ചെയ്യുക. അതിന് പകരം ഞാൻ മുട്ട മസാലയാണ് ആഡ് ചെയ്തത്. ഇതുപോലെ എല്ലാം മസാല ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതിൽ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. മറിച്ചിട്ട് തിരിച്ചിട്ട് നോക്കിയാൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇതൊന്ന് റെഡി ചെയ്യണ്ടേ. അതിൽ വെളിച്ചെണ്ണ വാർന്നു വന്നാൽ നമുക്കത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ രണ്ടാമത്തതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് മസാല അട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് 1, 2, 3, 4 എല്ലാം കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.